ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒരു ഇയർപോഡാണ്. ഇയർപോഡ് എന്ന് പറയുമ്പോൾ ജോയ്റൂമിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഇയർപോഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ ഇയർപോഡിനോട് അതേ സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഇയർപോഡാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കാനല്ല, ഞാൻ ഓൾറെഡി ഇതൊന്ന് തുറന്നു നോക്കിയതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിപ്പിച്ചതിൻ്റെ വർക്കിംഗ് എല്ലാം എങ്ങനെയുണ്ട്, സംഭവം ഉഷാറാണോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ആദ്യം ഓപ്പണാക്കി ഒന്ന് വർക്കെല്ലാം ചെയ്യിപ്പിച്ച് നോക്കിയത്. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ചാർജിങ് ബോക്സ്, അതായത് 400 mAh ആണ്. പിന്നെ ഇതിൽ സപ്പോർട്ട് ആൻഡ്രോയിഡിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡിൽ എൻ്റെ ഫോൺ ആൻഡ്രോയിഡാണ്, ഞാൻ ഓൾറെഡി ആൻഡ്രോയിഡിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ iPhone 11, 11 Pro Max എന്നിവയിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്താ സംഭവം. അപ്പോൾ ആദ്യം ഇതാ ഒരു USB കേബിൾ ഉണ്ട്. അത് ഐഫോണിൻ്റെ ആണ് USB കേബിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടാവും, ഐഫോണിൻ്റെ തന്നെ USB കേബിൾ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കവറ് കാണുന്നുണ്ടാവും. നല്ല ഒരു റബ്ബറിൻ്റെ ഒരു കവറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഐഫോണിൻ്റെയൊക്കെ ഇയർപോഡ് മേടിക്കുകയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് മേടിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാങ് ചെയ്യാനുള്ളൊരു സംഭവം കൂടി ഇതാ. നമുക്കിതിലോട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉള്ളിലുള്ള സംഭവം നോക്കാം. ഉള്ളിലൊരു ചെറിയൊരു കാറ്റലോഗ് പോലത്തെ സാധനമുണ്ട്. കാറ്റലോഗ് അതവിടെ ഇരിക്കട്ടെ, അത് ചൈനയൊക്കെയാണ്, നമുക്ക് മനസ്സിലാവില്ല, ഇത് വേണ്ട. അപ്പോൾ നമുക്കെന്താക്കാം, ഇത് നോക്കാം. ഇത് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് ഒരു പെർഫെക്റ്റ് എന്താ പറയുക, പെർഫെക്റ്റ് നല്ലൊരു ഗ്ലോസി ടൈപ്പാണ്, നല്ലൊരു ഫിനിഷിംഗ് ആണ്. പിന്നെ പോരാത്തതിന് അത്യാവശ്യം നല്ല വെയിറ്റെല്ലാം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ചെറിയ രീതിയിലൊരു നല്ലൊരു വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും, ഒരു രക്ഷയില്ല സാധനം. നോക്കിയാൽ പക്ക സാധനമാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ, അതായത് റൈറ്റ് സൈഡത്തെ ഇയർപോഡിൽ ഈ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ചെവിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോള് കട്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കോള് നമുക്ക് ചെയ്യാനും പറ്റും. ഫസ്റ്റ് ഏത് കോണ്ടാക്റ്റ് ആണോ ഉള്ളത് അതിൽ കോൾ ചെയ്യാൻ പറ്റും. ഇതൊരു സെൻസർ ടൈപ്പാണ് വരുന്നത്, ഇങ്ങനെ ടച്ച് ചെയ്താൽ. പിന്നെ ഇതിൻ്റെ ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇനിയും വീഡിയോസ് ഞാൻ അൺബോക്സിംഗ് ആയിട്ടെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇവിടെ വിടാം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് പക്ക വർക്കിംഗ് ആണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനത് കണക്ട് ചെയ്തിട്ട് നല്ല ബാസ് ബൂട്ടഡ് സോങ്ങെല്ലാം കേട്ടു നോക്കി. ബാസ് ബൂട്ടഡ് അങ്ങനെ വെറൈറ്റി നല്ല ബാസ് ആയിട്ടുള്ള കുറേ സോങ് കേട്ട് നോക്കി, പലതരം സോങ്. പിന്നെ ഹെഡ്സെറ്റ് ചെക്ക് ചെയ്യുന്ന അതേപോലത്തെ ഉള്ള പല സോങ്ങും ഞാൻ കേട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പതർച്ചയോ അങ്ങനത്തെ ഒരു സംഭവമോ ഇല്ല. ശരിക്കും പറഞ്ഞാൽ പക്ക വർക്കിംഗ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അതാണ്. നല്ല പക്ക വർക്കിംഗ്. നിങ്ങൾക്കിത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 120 മുതൽ 150 വരെയുള്ള റേറ്റ് വരുന്നുണ്ട്. അത് ഓരോരോ ഷോപ്പുകളിൽ ഓരോരോ റേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനത് ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി. അതുകൊണ്ട് ലാസ്റ്റായിട്ടൊന്നുകൂടി പറയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.